ഹറാമാണോ? നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസുണ്ട്. മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിൽ അത് പൊറുക്കപ്പെടും. നമ്മുടെ പ്രവാചകന്റെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, മനസ്സിലൂടെ വെറുതെ മിന്നിമറയുന്ന ചിന്തകൾ നമ്മളത് പ്രവൃത്തിയിൽ വരുത്തുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിൽ അത് പൊറുക്കപ്പെടുന്നതാണ്. പക്ഷെ മനഃപൂർവ്വം ലൈംഗിക ചിന്തകളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഹറാമാണോ, അത് പാപമാണോ? ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്, ഒരാൾക്ക് വെറുതെ ഒരു ചിന്ത മനസ്സിൽ വന്നു, പക്ഷേ അയാൾ ആ ചിന്തയിൽ തന്നെ മുഴുകി മനഃപൂർവ്വം ആ ലൈംഗിക ചിന്തകളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ അത് പാപമാണ്, അത് ഹറാമാണ്. ഇബ്നുൽ ജൗസി എന്ന പ്രസിദ്ധനായ ഹംബലി പണ്ഡിതൻ പറയുന്നു, മനഃപൂർവ്വം ലൈംഗിക ചിന്തകൾ വരുന്നത് ഹറാമാണ്. ഉദാഹരണത്തിന്, ഒരാൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റൊരു സ്ത്രീയോ, അതായത് ഒരു അന്യ സ്ത്രീയെ ചിന്തിക്കുന്നത് ഹറാമാണ്. അപ്പോൾ മനഃപൂർവ്വം ലൈംഗിക ചിന്തകളോ ഫാന്റസികളോ ആഗ്രഹങ്ങളോ മനസ്സിൽ കൊണ്ടു നടന്നാൽ അത് ഹറാമാണെന്നാണ് പണ്ഡിതന്മാരുടെ ആദ്യത്തെ ഗ്രൂപ്പ് പറയുന്നത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു കൃത്യമായി പറയുന്നു, ഒരാൾക്കൊരു ചിന്ത മനസ്സിൽ വന്നാൽ അയാൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കാൻ തുടങ്ങിയാൽ അത് ഹറാമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ നമ്മളത് മനസ്സിൽ നിന്ന് കളയണം. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ നമ്മളത് ഒഴിവാക്കണം. ഉദാഹരണത്തിന്, ഒരു സ്ത്രീയെക്കുറിച്ച് മനസ്സിൽ ഒരു ചിന്ത വന്നാൽ നമ്മൾ ഉടൻ തന്നെ അത് മനസ്സിൽ നിന്ന് മാറ്റണം. പക്ഷെ ആ ചിന്തയിൽ തന്നെ തുടർന്നുകൊണ്ട് ആ സ്ത്രീയെക്കുറിച്ച് ഫാന്റസി കാണാൻ തുടങ്ങിയാൽ അത് പാപമാണെന്നാണ് ആദ്യത്തെ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ ഒരാൾക്ക് ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ഫാന്റസി കാണാൻ പാടില്ല, അത് അനുവദനീയമല്ല. ഇനി രണ്ടാമത്തെ അഭിപ്രായം, പണ്ഡിതന്മാരുടെ മറ്റൊരു വിഭാഗം പറയുന്നത്, ഒരാൾ മനഃപൂർവ്വം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും അത് പാപമല്ല. കാരണം അയാൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ അയാൾ അത് ചെയ്യാൻ സാധ്യതയില്ല. പിൽക്കാല ഷാഫിഈ പണ്ഡിതന്മാരായ സുബ്കി ഉൾപ്പെടെയുള്ളവർ ഇതാണ് പറയുന്നത്, ഒരാൾ മനഃപൂർവ്വം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാത്തതുകൊണ്ട് അയാൾക്ക് പാപമില്ല. പക്ഷേ നമ്മുടെ എല്ലാ മനസ്സിലൊരു ചിന്തയുണ്ടാവും. ഈ ചിന്തകളെ എങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കാമെന്ന്. പലപ്പോഴും നമ്മളെ അറിയാതെ നമ്മളെ അടിമകളാക്കുന്ന പോൺ, സ്വയംഭോഗം തുടങ്ങിയ ദുശ്ശീലങ്ങളാണ് ഇത്തരം ചിന്തകൾക്ക് പ്രധാന കാരണം. നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തുവരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സന്തോഷവാർത്തയുണ്ട്. 3000-ലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഞങ്ങളുടെ 6 വർഷത്തെ അനുഭവസമ്പത്തുള്ള പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് മനസ്സിനെ ശുദ്ധീകരിക്കാനും ഈ ദുശ്ശീലങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിക്കാനും സാധിക്കും. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടാകും. ഈ പ്രോഗ്രാമിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ കാണുന്ന ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതം തിരുത്തിക്കുറിച്ചുള്ള ആദ്യത്തെ ചുവടുവയ്പ്പായിരിക്കും. പക്ഷെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്, ഒരാൾ മനഃപൂർവ്വം ഇങ്ങനെയുള്ള ചിന്തകളിൽ മുഴുകിയാൽ ഇത് പാപമാണ്. ഇത്തരം ചിന്തകൾ ഹറാം തന്നെയാണ്. കാരണം ഒരാൾ മനഃപൂർവ്വം ലൈംഗിക ചിന്തകളെക്കുറിച്ചും ഫാന്റസികളെക്കുറിച്ചും ചിന്തിച്ചാൽ അത് ഇതിലും വലിയൊരു പാപത്തിലേക്ക് നയിച്ചേക്കാം. ഉദാഹരണത്തിന്, വ്യഭിചാരം. ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, സദ്ദു ധറാഇ, ഹറാമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്ന എല്ലാ വഴികളും അടച്ചു കളയണം. അപ്പോൾ ഈ ലൈംഗിക ചിന്തകൾ ഹറാമിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ നമ്മൾ അത് ഉടൻ തന്നെ ഒഴിവാക്കണം. പിശാചിൽ നിന്ന് അത്തരം ദുഷിച്ച ചിന്തകൾ വരുമ്പോൾ തന്നെ നമ്മൾ ഉടൻ തന്നെ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. അതിനുശേഷം അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുക, അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിനെ ഈ ചിന്തകളിൽ നിന്ന് മാറ്റി മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അവസാനമായി, എൻ്റെ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു തുണയായി നിൽക്കട്ടെ. ആമീൻ. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.